നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിർണായക പ്രതികരണവുമായി മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും അതിജീവിതയെ വിമർശിച്ചുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മലയാളി വാർത്തയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പോ താങ്കളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് താങ്കളുടെ ഒരു നിലപാട്? മെൻസ് അസോസിയേഷന്റെ ഒരു നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തില്? മെൻസ് അസോസിയേഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഇതിൽ നിയമപ്രകാരം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം ഒരു വിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടി ആ വിവാഹബന്ധം നിലനിൽക്കെ ഇദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആണ്, ജനങ്ങൾ അറിയപ്പെടുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയും അദ്ദേഹത്തോട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരെ എത്തിപ്പെട്ടു. അപ്പൊ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വിവാഹിതയായിട്ടുള്ള യുവതി രണ്ടുപേരെ ഒരേ സമയം വഞ്ചിക്കുകയാണ്. തന്റെ സ്വന്തം ഭർത്താവിനെ, വിവാഹം കഴിച്ച ഭർത്താവിനെ വളരെ നിഷ്ഠൂരമായിട്ട് അദ്ദേഹത്തെ ചതിക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു യുവാവിനെ ജനപിന്തുണയോട് കൂടിയിട്ട് ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയാകാൻ വരെ സാഹചര്യമുള്ള ഒരു ജനപ്രതിനിധിയെ അദ്ദേഹത്തെ തേജോവധം ചെയ്ത് കരിവാരി തേക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ഈ സമൂഹത്തിന് മുന്നിൽ താറടിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നീചയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ മറുഭാഗത്ത് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇപ്പൊ അതിജീവിത എന്ന് വിളിക്കുന്നത്. അത് എന്തടിസ്ഥാനത്തിൽ എന്ന് എനിക്കറിയില്ല. ഇര എന്ന് പറയുന്നത് ഇപ്പോ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഭർത്താവും രാഹുൽ മാങ്കൂട്ടവുമാണ് ഇര എന്ന് പറയുന്നത്. ഇനി അത് പോയിട്ട് ഇത് എല്ലാ കാലത്തും ഒരു ഇലക്ഷൻ സമയം ആവുമ്പോഴാണ് ഇങ്ങനെയുള്ള മൂന്നാംകിട പരിപാടികളുമായിട്ട് സ്ത്രീകൾ ഇറങ്ങുന്നത്. അപൂർവം ചില സ്ത്രീകളാണ്. സാധാരണ നമ്മുടെ സ്ത്രീകൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ്. കാര്യം എന്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് ഇതുപോലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ യഥാർത്ഥത്തിൽ ഇര ആര് എന്നുള്ള സംശയത്തിൽ ഇടവരും. അവർക്ക് നീതി കിട്ടാത്ത വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ പൊതുവിൽ ഇപ്പൊ തന്നെ എന്തായാലും ഈ സ്ത്രീകൾക്കെതിരെ പേരും നാളും ഊരൊന്നും പുറത്ത് വന്നിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും സ്ത്രീകൾ ഉൾപ്പെടെ ഈ സ്ത്രീക്ക് പ്രതികൂലമായിട്ടുള്ള വീഡിയോകൾ ചെയ്തു തുടങ്ങി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം പേരും നല്ലവരാണ്. പക്ഷെ ഇതുപോലുള്ള ഏതാനും ചില സ്ത്രീകൾ കാരണം സ്ത്രീകൾക്ക് ഒന്നടങ്കം നാണക്കേടാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ, നമ്മുടെ നിയമം, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് നമ്മുടെ മലയാളി സ്ത്രീകളാണ്. കാര്യം നാണവും മാനവും ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് ഒരു വിഭാഗം സ്ത്രീകൾ വന്നിരിക്കുന്നു. മുൻപ് നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച മീനു മുനീർ ഇപ്പൊ എവിടെ പോയി? അവർക്കെതിരെ തമിഴ്നാട്ടിൽ പോക്സോ കേസിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടായി. അത് മാത്രവുമല്ല, ഇവിടെ ഈ നടന്മാർക്കെതിരെ കൊടുത്ത കംപ്ലൈന്റുകൾ ഇപ്പോ ഏത് അവസ്ഥയിലെത്തി എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ ഈ കേസുമായിട്ട് പോയി. അദ്ദേഹത്തിന് ഉറപ്പായിട്ട് ജാമ്യം കിട്ടും. ഈ കിട്ടില്ല എന്ന് ചിലർ വിചാരിക്കുന്നത് ഇപ്പൊ ഒരു ജീവപര്യന്തം അദ്ദേഹത്തെ ശിക്ഷിക്കും, 10 വർഷം ശിക്ഷിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരുണ്ടേ നടക്കാൻ പോകുന്നില്ല. കാരണം ഇതുപോലുള്ള ഈ വ്യാജ കേസുകൾക്ക് ഇത് സ്ത്രീകൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്ന് സുപ്രീം കോടതി വരെ ഈ അടുത്ത കാലത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കീഴ്ക്കോടതിയിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ജാമ്യം കൊടുത്തൊന്നും വരില്ല. പക്ഷെ മേൽക്കോടതിയിൽ, ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടും. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് പൂമാലയിട്ട് ഇറക്കി കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. സർ, ഇപ്പോ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിക്കാനുള്ള അതിനെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിക്കണം എന്ന ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്, കേസെടുക്കുന്ന തലത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? പെൺകുട്ടിയുടെ ഒരു സ്വകാര്യത, ആ ഒരു കാര്യത്തെ കുറിച്ച്. അപ്പോ ഈ പുരുഷന് സ്വകാര്യത ഇല്ലയോ? അഭിമാനം ഇല്ലയോ? ഏറ്റവും കൂടുതൽ ഇന്ന് അഭിമാനമായിട്ട് ജീവിക്കുന്ന പുരുഷന്മാരാണ്. ഇനി ഈ പെൺകുട്ടിക്ക് ഡീറ്റെയിൽ, ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സംഘടനയുടെ പേരിൽ ഇത് പുറത്തുവിടും. യാതൊരു മാറ്റവുമില്ല. ഇനി ഞാനത് അന്വേഷിക്കുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തക എന്ന് മാത്രമേ എനിക്കറിയാവൂ. അവരുടെ പേരോ ഫോട്ടോയോ മറ്റു ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുറത്ത് വിടുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ പുരുഷനില്ലാത്തൊരു സ്വകാര്യത ഒരു സ്ത്രീക്ക് ആവശ്യമില്ല. കാരണം ഇര പുരുഷനാണിപ്പോ, സ്ത്രീ അല്ല ഇര. ഇരകളായിട്ടുള്ള സ്ത്രീകളുണ്ട്, അവരെ നമ്മൾ സംരക്ഷിക്കണം. പക്ഷെ ഇങ്ങനെയുള്ള മൂന്നാംകിട പരിപാടികളുമായിട്ട് എന്ന് പറഞ്ഞാൽ
ഒരു പുരുഷനുമായിട്ട് വിവാഹം ചെയ്യുകയും മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അതിൽ എന്താ പറയാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന, എന്നിട്ട് അത് ബലാത്സംഗം ചെയ്തു പീഡനം എന്ന് പറയുന്ന, പീഡിപ്പിക്കുന്നതൊക്കെ ഒരു പ്രാവശ്യം നടക്കത്തുള്ളൂ. പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നടക്കും. ഒന്നിലധികം പ്രാവശ്യം പല സ്ഥലത്തായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ പീഡനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബലാത്സംഗം എന്ന് പറയുന്നത്? ഒരിക്കലും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. അതൊക്കെ നാണം കെട്ട കേസ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളെ കൃത്യമായിട്ടും അവിടെ ഐഡന്റിറ്റി എന്റെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും പബ്ലിസിറ്റിയും അത് കേരള ജനത വ്യക്തമായിട്ട് അറിയും എന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. അതിനുവേണ്ടി ഇനി എന്റെ പേരിൽ കേസോ ഇനി എന്നെ പിടിച്ച് റിമാൻഡ് ചെയ്താൽ എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ അന്തസ്സായിട്ട് പോയിട്ട് വരും നമ്മുടെ മലയാളി പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട്. അപ്പൊ ആ ആവശ്യത്തോട് എന്താണ്, സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ ഈ ഒരു സാഹചര്യത്തില്? രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെങ്കിൽ അതിനു മുൻപേ ഇവിടെ വേറെ പലരും ഒരുപാട് പേര് രാജിവെക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഒരു ആരോപണത്തിന്റെ പേരില് അദ്ദേഹം ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. തലപ്പത്തുനിന്ന് അദ്ദേഹത്തിന്റെ മാറ്റേണ്ട ഒരു സ്ഥിതി ഉണ്ടായി, സ്വാഭാവികമായിട്ട് പോട്ടെ. പക്ഷെ MLA എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ആ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. നാളെ കോടതി പറയുകയാണ് ഇദ്ദേഹം തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ MLA സ്ഥാനം തിരിച്ചു കിട്ടും? ഒരിക്കലും കിട്ടില്ലല്ലോ. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ യാതൊരു കാരണവശാലും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ഇതുപോലുള്ള ആരോപണങ്ങൾ നേരിട്ട് ഇരിക്കുന്നവരുണ്ട്. നമ്മൾ അവരെയൊക്കെ എങ്കിൽ രാജിവെക്കാൻ പറയേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഈ സർക്കാര്, രാഷ്ട്രീയക്കാര് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നാറിയ കളി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശബരിമല, ഞാൻ ഈ എന്താ പറയാ ഇടതുപക്ഷത്തിന്റെ ആള് തന്നെയാണ്. ഞാനും ആ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പൊ ഈ ശബരിമല സ്വർണ്ണപ്പാളി മോഷണവും മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഇവിടെ നടക്കുന്നത് ഇതുപോലുള്ള പെണ്ണ് കേസുകൾ മാത്രമാണ്. അത് ഉയർത്തിക്കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ ഇലക്ഷൻ വരുമ്പോ നമ്മൾ പുറത്തോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഭരണപക്ഷം കാണിക്കേണ്ടതെന്ന് പറഞ്ഞാല് വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം വരേണ്ടത് വോട്ട് പിടിക്കാൻ. അല്ലാതെ ഒരു പെണ്ണിനെ ഇറക്കി നാരിക കളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതുപോലുള്ള അത് ജനങ്ങൾ തിരിച്ചറിയണം, മലയാളികൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പൊ സ്ത്രീകൾ ഒരുപാട് പേര് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പാലക്കാട് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിരുന്നോ? ഇപ്പൊ അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് അവിടെ ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്തി, വീടാന്തരം കയറി ഇറങ്ങി. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായോ? അപ്പൊ ജനങ്ങൾക്കറിയാം ഇതൊക്കെ ഒരു ഉടായിപ്പാണ്, ഇതൊക്കെ ഒരു ഓലപ്പടക്കം, എന്താ പറയാ ചീറ്റിപ്പോകുന്ന പടക്കമാണ് എന്നുള്ളത് മനസ്സിലായിട്ട് തന്നെയാണ് ജനങ്ങൾ ആ രീതിയിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇനിയും അവിടെ ഇനിയിപ്പോ 6 മാസത്തിനകത്ത് വെച്ച് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അദ്ദേഹം അവിടെ പാർട്ടി കൊടുത്തില്ലെങ്കിൽ സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വിജയിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ വിജയിച്ച് മത്സരിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം. കാരണം മുഖ്യമന്ത്രി വരെ ആകുവാൻ വേണ്ടി ഉള്ള കഴിവുള്ള ഒരു യുവ നേതാവാണ്. അദ്ദേഹത്തെയാണ് ഈ തകർത്തത്. മനസ്സിലായില്ലേ? ഏതൊരു പെണ്ണും വന്ന് ഏതൊരു പുരുഷനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവന്റെ ജീവിതം തകരുകയാണ്, അവന്റെ കരിയർ പോവുകയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോ അതൊരു സത്യാവസ്ഥ തന്നെയല്ലേ? അത് ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം സത്യം തന്നെയല്ലേ? ആ ബന്ധത്തിന് എന്താ കുഴപ്പം, എന്താ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, എന്ത് തെറ്റാണ് അദ്ദേഹം ഇവിടെ നിയമപ്രകാരം പറയുകയാണെങ്കിൽ ഏതൊരു പെണ്ണിനും പരസ്പരം പുരുഷനും ആണുമായിട്ട് ഒരു പുരുഷന് ഒരു പെൺകുട്ടിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ അവരുടെ സമ്മത പ്രകാരം ചെയ്യാം. അത് നടക്കുന്നതിൽ തെറ്റില്ല, നിയമപ്രകാരം അങ്ങനെയാണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ച അയാളുമായിട്ട്, അതും ഇവർ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? വെറും 1 വർഷം പോലും ആകാതിരിക്കുന്ന സാഹചര്യത്തിൽ നിസ്സാര കാലയളവിലാണ് ആ യുവാവിനെ വഞ്ചിച്ചുകൊണ്ട് ഈ MLA പുറകെ പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച് അദ്ദേഹവുമായിട്ട് ബന്ധം സ്ഥാപിച്ചത്, അതിൽ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ ഈ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുകയും ഇവയാളെ തകർക്കുവാൻ വേണ്ടിയിട്ട് അത് ആ വോയിസും ചാറ്റുകളും എല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ തന്നെ ഏറ്റവും ക്രിമിനൽ മൈൻഡ് അല്ലേ അത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരാളിനെ സ്നേഹിച്ച് ഒരു ദിവസമെങ്കിലും ഒരാളിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കില്ല. അഥവാ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അവരുടെ ഇടയിൽ അത് പറഞ്ഞു തീർക്കും. അങ്ങനെയാണ് ഒരു സ്നേഹമുള്ള ഒരു ആൾ ചെയ്യേണ്ടത്, അതാണായാലും പെണ്ണായാലും. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും രീതിയിൽ ഈ പെൺകുട്ടിയെ തേജോവധം ചെയ്തോ ഇത്രയും നാളായിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ കയ്യിലും തെളിവുകൾ കാണുമല്ലോ.
ആ തെളിവുകൾ വെച്ച് തിരിച്ച് അദ്ദേഹത്തിന് എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കാമായിരുന്നു, എന്തെങ്കിലും അദ്ദേഹം ചെയ്തോ? പക്ഷെ ഇപ്പൊ കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി അദ്ദേഹം പല തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഈ പെൺകുട്ടി പെട്ടുപോകുമെന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി കീഴ്ക്കോടതി കിട്ടിയില്ല എന്ന് വെച്ചോ, ഒരുപക്ഷെ ഇപ്പൊ പത്രമാധ്യമങ്ങളിലുള്ള ഈ ഒരു സമ്മർദ്ദം കൊണ്ട് ഈ കീഴ്ക്കോടതി കൊടുത്തില്ലെങ്കിൽ ഹൈക്കോടതി കൊടുക്കും, ഉറപ്പാണ്. മേൽക്കോടതി കൊടുത്തിരിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പെന്ന് പറയുന്നത്. അപ്പോ ഇവിടെ തെറ്റുകാരൻ രാഹുൽ മാങ്കൂട്ടമല്ല, തെറ്റുകാരിയായിട്ടുള്ള ഈ പെണ്ണാണ് തെറ്റുകാരി. കാര്യം ഒരു ഭർത്താവിനെ നിലനിർത്തിക്കൊണ്ട് അയാളെ കൂടി വഞ്ചിച്ചുകൊണ്ട് രാത്രിയും പകലുമില്ലാതെ ഇദ്ദേഹവുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജ് അയക്കുകയും ബന്ധം സ്ഥാപിക്കുകയും കിടപ്പറ പങ്കിടുകയും ചെയ്ത ഈ പെൺകുട്ടിയാണ് ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് പറയുന്നത്.